നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിൽ ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. മഴുവടി ശ്രീ മഹാദേവി ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി കഞ്ഞിക്കുഴി വൈദ്യുതി വകുപ്പ് അധികൃതർ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. ഇടുക്കി കോട്ടാറിൽ പഞ്ചായത്ത് വക സ്ഥലത്തെ വോളിബോൾ കോർട്ടിനെ ചൊല്ലി വിവാദം. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിൽ ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിറയുകയാണ്. 1.5 പതിറ്റാണ്ടിലധികമായി LDFന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് UDFന്റെ ശ്രമം. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്ന് UDFന്റെ പ്രതീക്ഷ. അതേസമയം സ്ഥാനാർത്ഥിത്വത്തിനായി നേതാക്കൾ ചരടുവലികളും ആരംഭിച്ചു. പട്ടികജാതി സംവരണ മണ്ഡലമാണ് ദേവികുളം. നിലവിൽ LDFന്റെ കൈവശമാണ് മണ്ഡലമുള്ളത്. LDFനെയും UDFനെയും മാറി മാറി പിന്തുണച്ച ചരിത്രം ദേവികുളം മണ്ഡലത്തിനുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോളമായി തുടർച്ചയായി മണ്ഡലം LDF ആണ് നിലനിർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിലും ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിറയുകയാണ്. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. അതേസമയം സ്ഥാനാർത്ഥിത്വത്തിനായി നേതാക്കൾ ചരടുവലികളും ആരംഭിച്ചു. മുൻ MLA AK മണിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച D കുമാറും സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിക്കുന്നുവെന്നാണ് സൂചന. കോൺഗ്രസ് നേതൃത്വം ഇത്തവണ മണ്ഡലത്തിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ R രാജാറാം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വട്ടവട സ്വദേശിയുമായ K കൃഷ്ണമൂർത്തി, M മുത്തുരാജ് എന്നിവരിലൊരാൾക്ക് നറുക്കു വീഴാനാണ് സാധ്യത. മണ്ഡലത്തിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമോ എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട്. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ UDFന് മികച്ച വോട്ട് നില ലഭിച്ചതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. സിറ്റി വിഷൻ, അടിമാലി. മഴുവടി ശ്രീ മഹാദേവി ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി കഞ്ഞിക്കുഴി വൈദ്യുതി വകുപ്പ് അധികൃതർ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. ആലപ്പുഴ മധുര സംസ്ഥാന പാതയും അമ്പലക്കവല മഴുവടി റോഡും കടന്നുപോകുന്ന മധ്യഭാഗത്തായിട്ടാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇരു റോഡുകളുടെയും മധ്യഭാഗത്ത് അതീവ വീതി കുറഞ്ഞ സ്ഥലത്താണ് ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 1972 നങ്കി എന്ന ആദിവാസി മൂപ്പൻ ക്ഷേത്രത്തിന് ദാനം നൽകിയ ഭൂമിയാണിതെന്നാണ് അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെ വിശദീകരണം. ഭാവിയിൽ റോഡിന് വീതി കൂട്ടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റുകളും ട്രാൻസ്ഫോമറും വീണ്ടും മാറ്റി സ്ഥാപിക്കേണ്ടി വരുമെന്നും ഇതുമൂലം പൊതുമുതൽ നഷ്ടമുണ്ടാകുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേത്രത്തിൻ്റെ സ്ഥലം ക്ഷേത്രത്തിൻ്റെതാണ്. ക്ഷേത്രത്തിൻ്റെ സ്ഥലം കയ്യേറിയ KSE ബോർഡിൻ്റെ ധിക്കാരപരമായ അവരുടെ പ്രവൃത്തിയെ അത് തടയിടണമെന്നും ട്രാൻസ്ഫോമർ നമ്മുടെ സ്ഥലത്ത് കയ്യേറി വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എത്രയും പെട്ടെന്ന് മാറ്റിത്തരാനുള്ള തീരുമാനമുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇടുക്കിയുടെ ചോറ്റാനിക്കര എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ ക്ഷേത്രമാണിത്. ആരാധനാലയത്തിന്റെ വിശുദ്ധത ലംഘിച്ചാണ് നിർമ്മാണം നടത്തിയതെന്നും അമ്പല കമ്മിറ്റി ആരോപിച്ചു. വൈദ്യുതി വകുപ്പ് അധികൃതർ അടിയന്തരമായി ട്രാൻസ്ഫോമറും പോസ്റ്റുകളും മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്തുമെന്ന് അമ്പല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി കോട്ടാറിൽ പഞ്ചായത്ത് വക സ്ഥലത്തെ വോളിബോൾ കോർട്ടിനെ ചൊല്ലി വിവാദം. കളിക്കളം വിട്ടു നൽകുന്നില്ലെന്ന പരാതി. നാട്ടുകാർ വോളിബോൾ പഞ്ചായത്ത് ജീവനക്കാരെ ഏൽപ്പിച്ച് പ്രതിഷേധിച്ചു.
കോട്ടാര പ്രവർത്തിക്കുന്ന കരുടാപുരം പഞ്ചായത്ത് ഓഫീസിനു സമീപത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് തർക്കം. മുമ്പ് ഇവിടെ നാട്ടുകാർ വോളിബോൾ കളിച്ചിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഇത് മുടങ്ങി. പിന്നീട് പ്രദേശത്തെ യുവജന കൂട്ടായ്മ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടുകയും കഴിഞ്ഞ ഭരണസമിതി സ്ഥലത്ത് കളിക്കളം ഒരുക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിൻ പ്രകാരം ഇവിടെ വോളിബോൾ കളിക്കാൻ ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ജീവനക്കാർ എത്തി നെറ്റും മറ്റും അഴിച്ചു മാറ്റുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് യുവാക്കൾ ബോൾ ഓഫീസിലെത്തി കൈമാറിയത്. അതേസമയം മുൻകളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ബാങ്ക് അടക്കം ഇവിടേക്ക് മാറേണ്ടതിനാൽ അനുമതി വാങ്ങാതെ ഒരുക്കിയ കളിക്കളം നീക്കം ചെയ്യുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇതിനോട് ഇവിടെയാണ് കൊണ്ടുവന്ന് രാത്രിയിൽ കൊണ്ടുവന്ന് ഒരു പന്തുകളി കോർട്ട് ഇവിടെ സ്ഥാപിച്ചത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് പോലീസിൽ അറിയിക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ നോട്ടീസ് കൊടുത്തു, ഇതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് 3 ദിവസം കഴിഞ്ഞു മാറ്റാതിരുന്നപ്പോഴാണ് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വന്ന് ഇതെടുത്ത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് കളി നടന്നിരുന്നതെങ്കിലും അതുപോലും അനുവദിക്കാൻ തയ്യാറില്ലെന്നാണ് പരാതി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. തൃശൂർ സ്വദേശിയായ രാഹുലിനെയാണ് അടിമാലി കൂമ്പൻപാറയിൽ നിന്നും നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്വദേശിയും 25-കാരനുമായ രാഹുലാണ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. അടിമാലി കൂമ്പൻപാറ ഭാഗത്ത് സംഘം നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്. ഇയാളുടെ പക്കൽ നിന്നും 115 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. മൂന്നാർ വട്ടവട ഭാഗങ്ങളിൽ ലഹരി വസ്തു വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ദിലീപ് എൻ കെ, ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം, യദുവംശരാജ്, മുഹമ്മദ് ഹാഷിം, അലി അഷ്കർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സിറ്റി വിഷൻ, അടിമാലി. അഴകിൽ പറന്നിറങ്ങുന്ന മയിലുകളെ കാണാൻ അടിമാലിക്കാർക്ക് ഇപ്പോൾ അധിക ദൂരം സഞ്ചരിക്കേണ്ട. ദിവസങ്ങളായി അടിമാലി ടൗണിന്റെ പരിസര പ്രദേശങ്ങളായ കരിങ്കുളം, ഫയർ സ്റ്റേഷൻ പടിഭാഗങ്ങളിലൊക്കെ കൂട്ടത്തോടെയാണ് മയിലുകൾ എത്തുന്നത്. ഒരേ സമയം കൗതുകവും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭീതിയും പരത്തുന്നതാണ് മയിലുകളുടെ കാടിറക്കം. മഴയ്ക്ക് മുമ്പ് പീലി വിടർത്തിയാടുന്ന മയിലുകൾ നയന മനോഹര കാഴ്ചയാണ് ഒരുക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ കാടിറങ്ങിയെത്തുന്ന മയിലുകൾ പാടത്തും പറമ്പിലും എന്ന് വേണ്ട കോൺക്രീറ്റ് വീടുകളുടെ ടെറസുകളിൽ വരെ ചിറകു വിരിച്ച് നൃത്തം വയ്ക്കുന്ന കാഴ്ച സാധാരണയായി കഴിഞ്ഞു. ഇതോടെ മയിലുകൾ ഗ്രാമങ്ങൾക്ക് അപരിചിതമല്ലാതായി മാറി. മൃഗശാലകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടുപരിചയമുള്ള മയിലുകളെ വീട്ടുമുറ്റത്ത് കാണുന്നത് അത്ഭുതവും കൗതുകവും സന്തോഷവും നൽകുന്നതാണ്. ഇവിടെ എപ്പോഴും മയിൽ വരുന്നുണ്ട്. 5-6 എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് മയിലുകളെ ഭയങ്കര ഇഷ്ടമാണ്. ദേശീയ പക്ഷിയുടെ വിരുന്ന് കൗതുകമെങ്കിലും മയിലുകളുടെ കാടിറക്കം ആശങ്ക നൽകുന്നുവെന്ന് പറയുന്നവരുമുണ്ട്. മയിലുകളുടെ വരവ് കടുത്ത വരൾച്ച സൂചിപ്പിക്കുന്നെന്നാണ് പഴമക്കാർ പറയുന്നത്. മയിലിന്റെ കാടിറക്കവും അപൂർവങ്ങളായ ദേശാടനക്കിളികളുടെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും സൂചനയെന്നാണ് പക്ഷി നിരീക്ഷകരും പറയുന്നത്. സിറ്റി വിഷൻ, അടിമാലി. മിറർ റേറ്റിംഗിൽ റെക്കോർഡുകൾ കുറിച്ച് മുമ്പോട്ട് പോകുന്ന കൊച്ചുമിടുക്കനാണ് അടിമാലി സ്വദേശിയും 9ാം ക്ലാസ്സുകാരനുമായ മുഹമ്മദ് അഫ്നാൻ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ് എന്നിവ ഇതിനോടകം മുഹമ്മദ് അഫ്നാൻ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് സ്വന്തം പേരിൽ കുറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മുഹമ്മദ് അഫ്നാൻ പറഞ്ഞു. മറ്റുള്ളവർ അക്ഷരങ്ങൾ നേരെ എഴുതുമ്പോൾ അക്ഷരങ്ങൾ തിരിച്ചെഴുതാനാണ് മുഹമ്മദ് അഫ്നാന് താല്പര്യം. മുഹമ്മദ് അഫ്നാൻ എഴുതുന്ന ഈ അക്ഷരങ്ങൾ നേരെ ചൊവ്വെ വായിക്കണമെങ്കിൽ ഒരു കണ്ണാടിയുടെ സഹായം വേണ്ടിവരും. ഇത്തരത്തിൽ മിറർ റൈറ്റിംഗിൽ
പ്രാഗൽഭ്യം തെളിയിച്ച റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിക്കുകയാണ് അടിമാലി SNDP സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും മൂന്നാർ സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറായ നിഷാദിൻ്റെയും ഭാര്യ അബീന മോളുടെയും ഇളയ മകൻ മുഹമ്മദ് അഫ്നാൻ. എല്ലാവർക്കും വഴങ്ങാത്ത ഒരെഴുത്ത് ശൈലി തീരെ ചെറുപ്പം മുതലേ മുഹമ്മദ് അഫ്നാന് ഒപ്പം ചേർന്നു. മുഹമ്മദ് അഫ്നാന്റെ തല തിരിച്ചുള്ള ഈ എഴുത്തിനെ ആദ്യമാരും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ശകാരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് പതിയെ മിറർ റൈറ്റിംഗിലെ മുഹമ്മദ് അഫ്നാന്റെ പ്രാഗൽഭ്യം രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ തിരിച്ചറിഞ്ഞു. ഇതോടെ 6ാം ക്ലാസ് മുതൽ മുഹമ്മദ് അഫ്നാൻ മിറർ റൈറ്റിംഗിനെ കൂടുതൽ ഗൗരവത്തിലെടുത്തു. ഇന്ന് മിറർ റൈറ്റിംഗിൽ മുഹമ്മദ് അഫ്നാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ്സ് എന്നിവ സ്വന്തം പേരിൽ കുറിച്ചു. ഗിന്നസ് റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മുഹമ്മദ് അഫ്നാൻ പറഞ്ഞു. ഞാൻ ചെറുപ്പം തൊട്ടേ മിററൈറ്റിംഗ് ചെയ്യാറുണ്ട്. ഒരു 6-7 ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇത് സീരിയസ് എടുത്തത്. അപ്പോഴാണ് എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കലാം ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടുന്നത്. അപ്പോഴാണ് ഞാൻ ഗിന്നസിലായിട്ട് മത്സരിക്കുന്നുണ്ട്, കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അതല്ലാണ്ട് പിന്നെ മോണാക്ടിന് ഞാൻ സ്റ്റേറ്റ് ലെവലാണ്, പിന്നെ വട്ടപ്പാട്ടൊക്കെ ചെയ്യും. അതുപോലെ ടീച്ചർമാരാണെങ്കിലും വീട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു. മിറർ റൈറ്റിംഗിൽ മാത്രമല്ല ഈ കൊച്ചുമിടുക്കൻ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്. കലോത്സവ വേദികളിൽ മോണോ ആക്ട് മത്സരത്തിലും വട്ടപ്പാട്ട് മത്സരത്തിലും മുഹമ്മദ് അഫ്നാൻ സജീവ സാന്നിധ്യമാണ്. പോയ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ട് മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് മുഹമ്മദ് അഫ്നാൻ കരസ്ഥമാക്കിയിരുന്നു. ചിത്രരചനയും മുഹമ്മദ് അഫ്നാന് നല്ല പോലെ വഴങ്ങും. നിയമപഠന വിദ്യാർത്ഥിനിയായ അജിനമോളാണ് മുഹമ്മദ് അഫ്നാന്റെ സഹോദരി. കലാപ്രകടനത്തിനും മിറർ റൈറ്റിംഗിനും എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവുമായി കുടുംബം മുഹമ്മദ് അഫ്നാന് ഒപ്പമുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ ജാല സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപിച്ചത് പ്രതിഷേധിച്ചാണ് പ്രതിഷേധ ജാല സംഘടിപ്പിച്ചത്. ഇടുക്കി യൂണിയന്റെ കീഴിലെ 19 ശാഖകളിൽ നിന്നുള്ള 1000-ലധികം പേർ പങ്കെടുത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞെന്ന കാരണത്താൽ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിലൊഴിച്ചുള്ള ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ നടപടിക്കെതിരെ SNDP ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. യൂണിയന്റെ കീഴിലെ 19 ശാഖകളിൽ നിന്നുള്ള 1000-ലധികം പേർ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തു.
സമുദായത്തിന്റെ ആവശ്യങ്ങൾ തുറന്നു പറയുമ്പോൾ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കാൻ ഒരുമ്പെട്ടാൽ അത് കേരളത്തിൽ സമരം ആളിപ്പടരുമെന്നും ഏതുവിധേനയും അത്തരം പ്രതിഷേധങ്ങളെ ചെറുക്കുമെന്നും യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് പറഞ്ഞു. ഈഴവ സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ കുറവുകളെ കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് അത് ജാതീയതയാക്കി വെള്ളാപ്പള്ളി നടേശൻ ന്യായം പറഞ്ഞാൽ അത് ജാതിയാണെന്ന് പറയുന്ന, മതതീവ്രവാദിയാണെന്ന് പറയുന്ന കേന്ദ്രങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പാണ്, താക്കീതാണ് ഈ പ്രകടനവും പ്രതിഷേധവും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കളായ മനീഷ് കുടിക്കയത്ത്, നേതാക്കളായ പി എൻ സതീശൻ, കെ എസ് ജിസ്, ജോബി കെ എസ്, ഷാജി പുലിയാമറ്റം, ജോമോൻ കണിയാങ്കുടി, വിപിൻ, ഷീല, രാജീവ്, മിനി സജി, പ്രീത ബിജു എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള അപവാദ പ്രചാരണത്തിനെതിരെ പീരുമേട് യൂണിയന്റെ നേതൃത്വത്തിൽ കുമളിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം പീരുമേട് യൂണിയൻ സെക്രട്ടറി KP ബിനു ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസും ചില മാധ്യമങ്ങളും സംഘടിതമായി അപവാദ പ്രചരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു പീരുമേട് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കുമളിയിൽ സംഘടിപ്പിച്ചത്. ഹോളിഡേ ഹോം പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ യൂണിയന്റെ കീഴിലുള്ള വിവിധ ശാഖകളിൽ നിന്നുള്ള പ്രവർത്തകരും ഭാരവാഹികളും പോഷക സംഘടന നേതാക്കളും പ്രവർത്തകരും അടക്കം ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം പീരുമേട് യൂണിയൻ സെക്രട്ടറി KP ബിനു ഉദ്ഘാടനം ചെയ്തു. അപവാദ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാവുമെന്ന് അദ്ദേഹം താക്കീത് നൽകി. SNDP യോഗം ജനറൽ സെക്രട്ടറിയെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ മാധ്യമ വിചാരണ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കരിയൊഴിച്ച് ആക്ഷേപിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച മലപ്പുറത്തുകാരൻ യൂത്ത് കോൺഗ്രസുകാരനായ മലപ്പുറത്തെ ഹാരിസ് മുതൂറെ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കോൺഗ്രസിന്റെ മുഖം മൂടിയ ജിഹാദിയാണ് നീ എന്ന് സംശയമില്ല. SNDP യോഗം പീരുമേട് യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് PK രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കളായ PK സന്തോഷ്, PS ചന്ദ്രൻ, PK ഗോപി, സദൻ രാജൻ, സിന്ധു വിനോദ്, അമ്പിളി സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന യോഗത്തിന് ശേഷം അപവാദ പ്രചരണം നടത്തിയവരുടെ കോലവും പ്രതീകാത്മകമായി കത്തിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. സിറ്റി വിഷൻ കുമളി. പൊതുജനങ്ങളുടെയും നബാർഡിന്റെയും സഹകരണത്തോടെ കഞ്ഞിക്കുഴി പ്രൊവസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹൈ റേഞ്ച് ഫാർമേഴ്സ് കമ്പനിയിൽ നബാർഡ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും കമ്പനി വിപുലീകരിക്കുന്നതിന്റെയും ഭാഗമായാണ് നബാർഡ് ചീഫ് ജനറൽ മാനേജർ നഗേഷ് കുമാർ അനുമാലയും സംഘവും സന്ദർശനം നടത്തിയത്. നബാർഡിന്റെ സഹകരണത്തോടെ ഇടുക്കി ജില്ലയിൽ 10ലധികം ഫാർമേഴ്സ് കമ്പനികളാണ് പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്നത്. വിഷരഹിത ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ മുഖ്യ ലക്ഷ്യം. നബാർഡിന്റെ സഹകരണത്തോടെ കഞ്ഞിക്കുഴി പ്രൊബസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹൈ റേഞ്ച് ഫാർമേഴ്സ് കമ്പനിയിലും കമ്പനിയുടെ എക്സ്പോർട്ട് ഹബ്ബായ കഞ്ഞിക്കുഴി ടൗണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലുമാണ് നബാർഡ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. നബാർഡ് ജനറൽ മാനേജർ നഗേഷ് കുമാർ അനുമാല സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി. Green high range farmers producers company, I came to know that they are doing coconut oil, and also they're collecting spices from their members, and they are sending on bulk, and they already issued more than one. നബാർഡ് അസിസ്റ്റന്റ് മാനേജർ കെയിംബ്രിഡ്ജ് കണ്ണൻ, ഇടുക്കി ജില്ലാ വികസന മാനേജർ അരുൺ MS, മാനേജിംഗ് ഡയറക്ടർ CB മാളിയേക്കൽ, ചെയർമാൻ റോയി ജോസഫ്, CEO റോബിൻ ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി.
ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 63ാമത് വാർഷിക ദിനാഘോഷവും അധ്യാപക രക്ഷകർത്ത സമ്മേളനവും ഹയർ സെക്കൻഡറി സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി സമാപനവും ജനുവരി 13 ചൊവ്വാഴ്ച രാവിലെ 9:30 സ്കൂളിൽ നടത്തപ്പെടും. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോമോൻ ടിവിക്ക് യാത്രയയപ്പും നൽകും. രാവിലെ 9 മണിക്ക് സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ഫ്രാൻസിസ് ചുനയമ്മാക്കൽ പതാക ഉയർത്തും. സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ഫ്രാൻസ് ചുനയമ്മാക്കൽ അധ്യക്ഷ പ്രസംഗം നടത്തും. പൊതുസമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. ഉടുമ്പൻചോല MLA MM മണി മുഖ്യപ്രഭാഷണം നടത്തും. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ ജോർജ് തകടിയൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കും. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രഥമ മാനേജർ റെവറൻഡ് ഫാദർ മാത്യു തേക്കങ്കാട്ടിൽ ജൂബിലി സന്ദേശം നൽകും. നെടുങ്കണ്ടം നന്മ സാംസ്കാരിക വേദി ലൈബ്രറി ആൻഡ് മ്യൂസിക്കൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അനുമോദിച്ചു. നെടുങ്കണ്ടം മേഖലയിലെ ജനപ്രതിനിധികളെയാണ് അനുമോദിച്ചത്. നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും വിജയിച്ച 24 അംഗങ്ങളെയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 14 ഡിവിഷൻ മെമ്പർമാരെയും ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം പാമ്പാടുംപാറ ഡിവിഷൻ അംഗങ്ങളെയുമാണ് അനുമോദിച്ചത്. നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമോൻ കോട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ, അർബൻ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MN ഗോപി, സാംസ്കാരിക വേദി സെക്രട്ടറി ലേഖ ത്യാഗരാജൻ, ട്രഷറർ സിബിച്ചൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് ഷരിൽ ചിത്രാലയം, ജോയിന്റ് സെക്രട്ടറി MR രതീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു M തോമസ്, ഷിബു ഉള്ളൂരിപ്പിൽ, KN ഷാജി, രതീഷ് നെടുങ്കണ്ടം, സിന്ധു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,030 രൂപ, പവന് 1,42,040 രൂപ, വെള്ളി ഗ്രാമിന് 287 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിൽ ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. മഴവടി ശ്രീ മഹാദേവി ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി കഞ്ഞിക്കുഴി വൈദ്യുതി വകുപ്പ് അധികൃതർ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. ഇടുക്കി കോട്ടാറിൽ പഞ്ചായത്ത് വക സ്ഥലത്തെ വോളിബോൾ കോർട്ടിനെ ചൊല്ലി വിവാദം. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.